നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലെ എൻ്റെ പ്രതിപാദ്യ വിഷയം കൂടിയാട്ടം എന്ന കലാരൂപത്തെക്കുറിച്ചാണ്. കഴിഞ്ഞ വീഡിയോയിൽ ചാക്യാർകൂത്തിനെക്കുറിച്ച് ഞാൻ പറഞ്ഞതുപോലെ നങ്ങ്യാർകൂത്ത് എന്ന ഒരു വിഭാഗമുണ്ട്. അപ്പോൾ കൂടിയാട്ടം എന്ന് പറയുന്ന ഈ കലാരൂപം ചാക്യാന്മാരും നങ്ങ്യാരമ്മമാരും കൂടി ഒന്നിൽ കൂടുതൽ ആൾക്കാർ വേദിയിൽ അവതരിപ്പിക്കുന്ന ഒരു കലാരൂപമാണ് കൂടിയാട്ടം. അപ്പോൾ നമുക്ക് കൂടിയാട്ടം എന്ന കലാരൂപത്തിനെക്കുറിച്ച് നമുക്ക് കൂടുതലായി നമുക്കതിൻ്റെ കാര്യത്തെക്കുറിച്ച് ഒന്ന് നോക്കാം. ലോക പൈതൃകമായി യുനെസ്കോ അംഗീകരിച്ച ആദ്യത്തെ ഭാരതീയ നൃത്തരൂപമാണ് കൂടിയാട്ടം. അഭിനയ കലയ്ക്ക് നൃത്തത്തേക്കാൾ പ്രാധാന്യം നൽകുന്നതിനാൽ കൂടിയാട്ടത്തിനെ അഭിനയത്തിൻ്റെ അമ്മ എന്നും വിശേഷിപ്പിക്കുന്നു. കൂടിയാട്ടത്തിൻ്റെ ഇപ്പോഴുള്ള രൂപത്തിന് 800 വർഷങ്ങളുടെ പഴക്കമേ ഉള്ളൂ. ഏറ്റവും പ്രാചീനമായ സംസ്കൃത നാടകരൂപങ്ങളിൽ ഒന്നാണിത്. പൂർണ്ണരൂപത്തിൽ ഒരു കൂടിയാട്ടം അവതരിപ്പിക്കാൻ 41 ദിവസം വേണ്ടിവരും. ഇനി നമുക്ക് കൂടിയാട്ടം എന്ന പേരിന് പിന്നിൽ ഉള്ള കഥയിലേക്ക് പോകാം. സംസ്കൃത നാടകങ്ങളും കേരളത്തിലെ പ്രാചീനമായ അഭിനയ രീതികളും സമ്മേളിച്ച ഒരു ദൃശ്യകലയാണ് കൂടിയാട്ടം. നായകനും നായികയും കൂടി രംഗപ്രവേശം ചെയ്യുന്നതുകൊണ്ടോ നായകനും വിദൂഷകനും കൂടിച്ചേരുന്നത് കൊണ്ടോ ആയിരിക്കാം ഇതിന് കൂടിയാട്ടം എന്ന പേരുണ്ടായെന്ന് കരുതുന്നു. ഏതായാലും ചാക്യാർ ഏകാഭിനയമായി അരങ്ങത്ത് വന്നാടുന്ന രൂപത്തിൽ നിന്ന് ഒന്നിൽ കൂടുതൽ നടന്മാർ കൂടി ആടുന്ന രംഗാവിഷ്കാരം എന്ന നിലയ്ക്ക് വളർച്ച പ്രാപിച്ചപ്പോഴാകണം ഈ പേര് നിലവിൽ വന്നത്. കേരളത്തിൽ കൂടിയാട്ടം ക്ഷേത്ര പരിസരങ്ങളിൽ വച്ച് മാത്രം, കൂത്തമ്പലങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ, ഇല്ലെങ്കിൽ ക്ഷേത്രം മതിൽക്കകത്ത് അവതരിപ്പിക്കാനേ അനുവാദമുണ്ടായിരുന്നുള്ളൂ. പറക്കും കൂത്ത് മുതലായ ചില ഭാഗങ്ങൾ മാത്രം സൗകര്യത്തിനു വേണ്ടി അമ്പലങ്ങൾക്ക് പുറത്ത് പറമ്പുകളിൽ നടത്താറുണ്ടായിരുന്നു. പുരുഷവേഷം കെട്ടാൻ ചാക്യാർക്കും സ്ത്രീവേഷം കെട്ടാൻ നങ്ങ്യാരമ്മമാർക്കും മാത്രമേ അനുവാദമുണ്ടായിരുന്നുള്ളൂ. മിഴാവ് കൊട്ടുന്നത് നമ്പ്യാർ ആയിരിക്കണം. അഭിനയിക്കാൻ പോകുന്ന കഥ ഗദ്യത്തിൽ പറയുന്നതും നമ്പ്യാർ തന്നെ. രംഗത്ത് പാട്ടുപാടി താളം പിടിക്കുന്നതും അപ്രധാന കഥാപാത്രങ്ങളുടെ സംഭാഷണ വരികൾ ചൊല്ലുന്നതും നങ്ങ്യാരമ്മമാരാണ്. പ്രശസ്ത ചാക്യാർകൂത്ത് കൂടിയാട്ടം കലാകാരനായ ഗുരു നാട്യാചാര്യ വിദൂഷകരത്നം പത്മശ്രീ മാണിമാധവ ചാക്യാറാണ് ചാക്യാർകൂത്തിനെയും കൂടിയാട്ടത്തെയും അമ്പലത്തിൻ്റെ മതിൽക്കെട്ടുകൾക്കകത്തു നിന്ന് സാധാരണക്കാരുടെ അടുത്തേക്ക് കൊണ്ടുവന്നത്. അദ്ദേഹം ആധുനിക കാലത്തെ ഏറ്റവും മഹാനായ കൂത്തുകൂടിയാട്ടം കലാകാരനായി കരുതപ്പെടുന്നു. ഇനി ഇതിൻ്റെ അരങ്ങിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ കുലവാഴ, കുരുത്തോല, വെള്ളവസ്ത്രം, പട്ട്, കരിക്കിൻകുല, പൂക്കൾ, നിറപറ, നിലവിളക്ക് എന്നിവ കൊണ്ട് അരങ്ങിൻ്റെ തൂണുകളും മേൽഭാഗവും അലങ്കരിക്കുന്നു. അരങ്ങിലെ നിലവിളക്കിൽ 3 തിരികളാണ് കത്തിക്കുക. നടന് അഭിമുഖമായി 2 തിരിയും സദസ്യർക്ക് അഭിമുഖമായി 1 തിരിയും എന്ന രീതിയിലാണ് ഇവ വിന്യസിക്കുക. ഈ തിരുനാളങ്ങൾ ത്രിമൂർത്തികളെ സൂചിപ്പിക്കുന്നു. നിലവിളക്കിൻ്റെ വലതുഭാഗത്താണ് നിറപറയും അഷ്ടമംഗല്യത്തട്ടും വയ്ക്കുക. അണിയറയ്ക്ക് മുമ്പിലുള്ള മൃദംഗപദമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സ്ഥാനത്ത് 2 മിഴാവുകൾ സ്ഥാപിച്ചിട്ടുണ്ടാവും. വലത്തെ മിഴാവിന് മുമ്പിലായി അല്പം വലത്തോട്ട് മാറി മടക്കിയിട്ട വസ്ത്രത്തിലാണ് നങ്ങ്യാർ ഇരിക്കുക. ഇടതുവശത്തുള്ള മിഴാവിന് ചേർന്നാണ് മറ്റു വാദ്യക്കാരുടെ നില. രംഗമധ്യത്തിലായി നടനിരിക്കാനുള്ള പീഠവും ഉണ്ടാവും. കൂടിയാട്ടത്തിന് മുൻപായി കൂടിയാട്ടം തുടങ്ങുന്നു എന്ന അറിയിപ്പ് നൽകുന്ന ഒരു ചടങ്ങാണ് മിഴാവ് ഒച്ചപ്പെടുത്തൽ. മിഴാവിന് പുറമെ കുഴിത്താളം, തിമില, ഇടയ്ക്ക, ശംഖ്, കൊമ്പ്, കുഴൽ എന്നീ വാദിത്രങ്ങളും ഉപയോഗിക്കാറുണ്ട്. കഥകളിയിൽ ഇതിന് സമാനമായതാണ് കേളികൊട്ട് എന്ന ചടങ്ങ്. നമ്പ്യാർ മിഴാവ് കൊട്ടുന്നതിനനുസരിച്ച് നങ്ങ്യാർ പാടുന്ന ചടങ്ങ് ഗണപതി, സരസ്വതി, ശിവൻ എന്നിവരെ സ്തുതിച്ചുകൊണ്ടുള്ള ഗീതങ്ങളാണ് ആലപിക്കുന്നത്. ഇതിന് അക്കിത്തച്ചൊല്ലൽ എന്നാണ് പറയപ്പെടുക. ദേവന്മാരെ സന്തോഷിപ്പിക്കുന്നതിനായി സൂത്രധാരൻ രംഗപ്രവേശം ചെയ്യുന്ന ചടങ്ങ്. ചാക്യാർ അരങ്ങത്ത് വരുന്ന വന്ദന നൃത്തമായ ക്രിയാനാന്തി അഥവാ രംഗപൂജ ഈശ്വരനെ സ്തുതിക്കുന്നു. ശ്ലോകാനാന്തി എന്നിങ്ങനെ നാന്ദി നിർവഹണം 2 തരത്തിലുണ്ട്. ഇതിന് നാന്ദി നിർവഹണം എന്നാണ് ഈ ചടങ്ങിന് പറയുക. മിഴാവ് കൊട്ടിക്കഴിഞ്ഞ് നങ്ങ്യാർ അണിയറയിൽ നിന്ന് തീർത്ഥജലം കൊണ്ടുവന്ന് അരങ്ങത്ത് തളിക്കും. നാന്ദി ശ്ലോകം ചൊല്ലിയതിന് ശേഷമാണ് തീർത്ഥം തളിക്കുക.
ഈ ക്രിയയാണ് അരങ്ങ് തളിക്കൽ എന്ന് പറയുന്നത്. രാവണനാണ് കഥാനായകനെങ്കിൽ ശ്ലോകനാന്ദിയിലൂടെ നായകനെ സ്തുതിക്കില്ല, മറിച്ച് സീത, ശ്രീരാമൻ എന്നിവരെയാണ് സ്തുതിക്കുക. ഇതിനുശേഷം ക്രിയ ചവിട്ടുക എന്ന ഒരു കർമ്മമുണ്ട്. നാന്ദിക്ക് ശേഷം സൂത്രധാരൻ പ്രവേശിച്ച് ഒരു പ്രത്യേക രീതിയിൽ നൃത്തം വയ്ക്കുകയും ആടുകയും ചെയ്യുന്നു. ഇതിനെയാണ് ക്രിയ ചവിട്ടുക എന്ന് പറയുന്നത്. കഥാവരണത്തിന് ശേഷം മംഗളശ്ലോകം ചെയ്യുന്നത് നായക നടനാണ്. ഇനി കൂടിയാട്ടത്തിലെ അരങ്ങിലെ പ്രത്യേകതകളെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ, ക്ഷേത്രവളപ്പിൽ കൂത്തമ്പലം എന്ന പേരിൽ പണിതിട്ടുള്ള സഭാമന്ദിരത്തിലാണ് കൂടിയാട്ടം പരമ്പരാഗതമായി അവതരിപ്പിക്കുന്നത്. കൂത്തമ്പലത്തിൽ കുലവാഴ, കുരുത്തോല, നിറപറ, അഷ്ടമംഗല്യം മുതലായ അലങ്കാരങ്ങളോടെ അരങ്ങ് സജ്ജമായിരിക്കും. വലിയ നിലവിളക്ക് എണ്ണ നിറച്ച് രംഗത്ത് കത്തിച്ചു വെച്ചിട്ടുണ്ടാവും. നിലവിളക്കിന് 3 തിരി കത്തിക്കുന്നു. ത്രിമൂർത്തികളുടെ സാന്നിധ്യം സൂചിപ്പിക്കുന്നതാണ് ഈ 3 തിരി. 2 തിരുനാളം നടൻ്റെ നേർക്കും 1 സദസ്യരുടെ നേർക്കുമാണ് കൊളുത്തേണ്ടത്. മിഴാവ്, കുഴിത്താളം, ഇടയ്ക്ക, കൊമ്പ്, ശംഖ് എന്നീ ദേവവാദ്യങ്ങൾ ചേർത്തുള്ള മേളമാണ് ആദ്യം. പിന്നീട് വിദൂഷക വേഷം ധരിച്ച ചാക്യാർ രംഗത്ത് പ്രവേശിക്കുകയും കഥാസന്ദർഭത്തെ വിവരിക്കുകയും ചെയ്യുന്നു. തുടർന്ന് കഥാപാത്രങ്ങൾ തിരശ്ശീല താഴ്ത്തി പ്രവേശിക്കുകയും കഥ ആടുകയും ചെയ്യുന്നു. കൂടിയാട്ടത്തിൽ ചതുർവിധത്തിലുള്ള അഭിനയമാണ് ഉള്ളത്. അവ ഇങ്ങനെയാണ്. 1. പതിഞ്ഞാട്ടം. സമാവസ്ഥയിൽ നിന്നാണ് പതിഞ്ഞാട്ടം അഭിനയിക്കുന്നത്. ശൃംഗാരം, ദുഃഖം എന്നിവയ്ക്ക് പതിഞ്ഞാട്ടം. മറ്റൊന്ന് ഇളകിയാട്ടം. ഒരു കാൽ മുൻപിലും 1 പിന്നിലും വച്ചിട്ടാണ് ഇളകിയാട്ടം. വീരം, രൗദ്രം, അത്ഭുതം എന്നിവ അഭിനയിക്കുന്നത് ഇളകിയാട്ട രീതിയിലാണ്. മറ്റൊന്ന് ഇരുന്നാട്ടം. പാത്രഭേദമനുസരിച്ച് വീരാസനത്തിലിരുന്ന് അഭിനയിക്കുന്നു. നൃത്തമാടുന്ന സമയത്ത് എഴുന്നേൽക്കുന്നു. രാമൻ, രാവണൻ എന്നീ കഥാപാത്രങ്ങളുടെ ദുഃഖം ഇരുന്നാട്ടത്തിൽ അഭിനയിക്കുന്നു. ഇനി മറ്റൊന്ന് നാട്യധർമ്മി എന്താണെന്നുള്ളതാണ്. ശാസ്ത്രവിധിപ്രകാരമുള്ള അഭിനയമാണ് നാട്യധർമ്മി. അതിനാൽ എല്ലാ നടന്മാരുടെയും പ്രകടനം ഒരുപോലെയായിരിക്കും. മറ്റൊന്ന് ലോകധർമ്മി. വിവരിക്കേണ്ട വസ്തുക്കളെ അഭിനയിച്ച് കാണിക്കുന്നത് ലോകധർമ്മി. ആസ്വാദ്യതയുടെയും കലയുടെയും നിലനിൽപ്പാണിത്. കൂടിയാട്ടത്തെക്കുറിച്ചുള്ള ഒരു ഏകദേശ ധാരണ നിങ്ങൾക്കുണ്ടായി കാണുമെന്ന് കരുതുന്നു. ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണും വരെ നമസ്കാരം.